അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റജബ് വിട പറയാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായ ചില ചോദ്യങ്ങൾക്ക് നാം വിധേയപ്പെടേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. ചോദ്യം ഒന്നാമത്തേത് ഇങ്ങനെയാണ്: പരിശുദ്ധമായ റജബ് അള്ളാഹുലേക്ക് ചേർക്കപ്പെട്ട മാസമാണ്, അഥവാ തൻ്റെ അടിമകൾക്ക് അള്ളാഹു തആല ധാരാളമായി കാരുണ്യം ചെയ്യുന്ന, കരുണ കടാക്ഷങ്ങൾ നൽകുന്ന പവിത്രമായ മാസമാണ്. അങ്ങനെ ഒരു മാസത്തിൻ്റെ 30 ദിനരാത്രങ്ങളെ നമുക്ക് ലഭ്യമായതിനു ശേഷം നിലവിൽ നമ്മുടെ സ്റ്റാറ്റസ് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ്. റജബിന്റെ 1-ാം ദിനം പോലെ തന്നെയാണ് അവസാനിക്കുമ്പോൾ നാം ഉള്ളത് എങ്കിൽ, യാതൊരു മാറ്റത്തിനും നാം വിധേയപ്പെട്ടിട്ടില്ല എങ്കിൽ റജബ് നൽകുന്നത് ഒരു അപായ സൂചന തന്നെയാണ്. അതല്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾക്ക് നാം സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് നാം സമയം മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ, അതിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നാം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു നല്ല സൂചന തന്നെയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ ചോദ്യം: ഈ പരിശുദ്ധമായ മാസം ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, അഥവാ പാപമോചന പ്രാർത്ഥനകളുടെ മാസമാണ്. ഇതുപോലെ തന്നെ വിശാലമായി 30 ദിനരാത്രങ്ങളിൽ എല്ലാ സമയവും ആരോഗ്യവും ആഫിയത്തും സമയവും സാഹചര്യവും നമുക്ക് ലഭ്യമായിട്ടും എത്ര തവണ, എത്ര സമയം പാപമോചന പ്രാർത്ഥനകൾക്ക് വേണ്ടി നാം സമയം കണ്ടെത്തി എന്നാണ്. എത്ര തവണ തൗബയുമായി അള്ളാഹുവിൻ്റെ വാതിൽക്കൽ നാം ചേർന്നിരുന്നു എന്നാണ്. എത്ര തവണ അള്ളാഹുവിനോട് കരഞ്ഞ് നമ്മുടെ കുറ്റങ്ങളെ നാം ഏറ്റുപറഞ്ഞു എന്നാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരു തവണയെങ്കിലും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നാം ഒരുപാട് സമയങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി നാം മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പരിശുദ്ധമായ റജബ് വിട പറയുന്നത് നമ്മെ അനുഗ്രഹത്തിലാക്കി തന്നെയാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെയല്ല എങ്കിൽ നാം എവിടെയാണ് പരിശുദ്ധമായ റജബിൽ റമദാനിലേക്കുള്ള തയ്യാറെടുപ്പുകൾ എടുത്തത്? എവിടെയാണ് റജബിനെ നാം ഉപയോഗപ്പെടുത്തിയത്? അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്, ഈ മാസം പവിത്രമാണ്. ഉള്ള സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ട് അതിലെല്ലാം നിരതമാകുക, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. മാരായ ഇമാമിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസ് പറയുന്നുണ്ട്: പരിശുദ്ധമായ റജബ് മാസത്തിൽ കാഫ് മലയുടെ പിന്നിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ നിയോഗിക്കുമെന്നാണ്, ചില ജോലികൾക്കായി ഏൽപ്പിക്കുമെന്നാണ്. എന്താണ് അവരുടെ ജോലി? വഹും യസ്തഗ്ഫിറൂന ലി ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക എന്നാണ്. നാം ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറുകൾ ചെയ്യാൻ വിശുദ്ധരായ മാലാഖമാരെ അള്ളാഹു ഏൽപ്പിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദുആക്ക് ഇജാബത്ത് കൊടുക്കാൻ അള്ളാഹു തആല തീരുമാനിക്കുകയും അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ആ ഗണത്തിൽ പെടാൻ, ആ കാറ്റഗറിയിൽ പെടാൻ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷനാണുള്ളത്? നാം ശരിക്കും ഇസ്തിഗ്ഫാറിനെ, പാപമോചനത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര തവണ ഇസ്തിഗ്ഫാറിന്റെ ദിക്റുകൾ നാം ചൊല്ലി പൂർത്തീകരിച്ചിട്ടുണ്ട്? എത്ര തവണ തൗബയെ നാം കുതിച്ചിട്ടുണ്ട്? എത്ര തവണ തൗബയുമായി അള്ളാഹുവിൻ്റെ കവാടത്തിന് മുമ്പിൽ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്? എത്ര തവണ നാം കരഞ്ഞിട്ടുണ്ട്? എത്ര തവണ സങ്കടപ്പെട്ടിട്ടുണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ആയുസ്സിൽ റജബ് മാസം ലഭിച്ച ഓരോരുത്തരും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വിട പറയാൻ വിതുമ്പി നിൽക്കുന്ന പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹുവിലേക്ക് അടുത്തു നിൽക്കാൻ കഴിയുന്ന, അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന പരമാവധി സൽക്കർമ്മങ്ങളിലേക്ക് നാം മുന്നിടുക എന്നതാണ്. അതിനോടൊപ്പം തന്നെ പരമാവധി ഇസ്തിഗ്ഫാറുകൾ ചെയ്തുകൊണ്ട്, പരമാവധി തൗബ ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനായി സമയങ്ങളെ മാറ്റിവെക്കുക എന്നതാണ്. അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുക എന്നാണ്. അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിട പറയാൻ പോകുന്ന റജബ് നമുക്ക് അനുകൂലമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.